ഗൈസ് ആൾട്ടോ 800 ആണ് വണ്ടി. ആൾട്ടോ 800 ആൾട്ടോ ഒക്കെ ആ മോഡലിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ സ്റ്റിയറിംഗ് റാക്ക് നോയ്സ് ആണ്. റാക്ക് നോയ്സിൻ്റെ അതുപോലെ ബ്രേക്കിൻ്റെ ഭാഗത്തൊക്കെ സൗണ്ട് ഉണ്ട്, കാലിപ്പർ സൗണ്ട്, സസ്പെൻഷൻ സൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ റഫ് റോഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം സൗണ്ട്. ഇപ്പോൾ ചെറിയ നമ്മൾ റഫ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. വീഡിയോയിൽ സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടോന്ന് അറിയില്ല, എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ ലെഫ്റ്റ് സൈഡ് നമ്മളിതാ കുഴിയിലൊക്കെ ഇറക്കുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ടാ. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ആൾട്ടോ 800 ആണ്. അതിൻ്റെ സസ്പെൻഷൻ സൗണ്ടും അതുപോലെ സ്റ്റിയറിംഗ് റാക്കിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മുമ്പ് കേൾപ്പിച്ചാൽ സൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ സൗണ്ട് ചെക്ക് ചെയ്യണം, വർക്ക്ഷോപ്പിലെത്തിയിട്ട് ചെക്ക് ചെയ്യാം. സ്റ്റിയറിങ്ങിൻ്റെ ആണോ സസ്പെൻഷൻ ആണോ ബോൾജൻ്റെ ആണോ ചെക്ക് ചെയ്യാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ ആൾട്ടോ 800 ആണ് വണ്ടി. ആൾട്ടോ 800ൻ്റെ സ്റ്റിയറിംഗ് റാക്ക് സൗണ്ട് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് റാക്ക് അയക്കുന്നതിന് മുമ്പ് ആദ്യം ഇവിടെ അടിയത്തെ പിനിയൻ അയക്കണം. ഇതിൽ വരുന്ന സ്റ്റിയറിംഗ് കോളത്തിൽ വരുന്ന പിനിയൻ, ഇവിടെ വരുന്ന ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് വരുന്നുണ്ട്. ഈ പിനിയൻ അയക്കണം, ഈ പിനിയൻ ഉള്ളിൽ വരില്ല, ആ പിനിയൻ അയച്ചിടണം. ആ പിനിയൻ അയക്കണം. അതിന് മുമ്പ് നമ്മൾ സ്റ്റിയറിംഗ് എയർ ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റേ വണ്ടികളുടെ അപേക്ഷിച്ച് ഇത് എയർ ബാഗൊന്നും ജസ്റ്റ് ഇതാക്കി ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അതിന് സ്റ്റിയറിംഗ് നമുക്ക് സ്ട്രൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് റാക്കിൽ. അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് അല്ല, സ്റ്റിയറിങ്ങിൻ്റെ പിനിയൻ താഴെ നയിക്കാൻ ശേഷം താഴെ റാക്ക് അയക്കണതും കൂടി കാണിക്കുക. അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ പിനിയൻ അയക്കുന്ന ബോൾട്ട് വരുന്നത് 12 12 സൈസ് വരുന്ന ബോൾട്ടാണ് വരുന്നുണ്ട്. 12ൻ്റെ സൈസ് സോക്കറ്റ് എന്ന് പറയാം. ബോക്സ് നോർമൽ ബോക്സാണ്. മില്ലിംഗ് ബോക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബോൾട്ട് സ്ലിപ്പാകും. അപ്പോൾ നോർമൽ ഹെക്സഗണൽ ഷേപ്പുള്ള 12ൻ്റെ ബോക്സ് ഇട്ടിട്ടാണ് അയക്കുന്നത്. 12ൻ്റെ ബോൾട്ടാണ് അവിടെ വരുന്നത്. ചില വണ്ടികൾക്ക് 10ൻ്റെ ബോൾട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ആ ബോക്സ് ഇട്ടിട്ട് അയക്കാം. അപ്പോൾ നമുക്കിത് അയച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോൾട്ട് 2 അയച്ചു വേണ്ട. 12ൻ്റെ ബോൾട്ട് 2 അയച്ചു. 100 ആൾട്ടോയും വണ്ടിയുടെയൊക്കെ പിനിയൻ അയച്ചെടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് മൊത്തത്തിൽ ഇങ്ങനെ അയച്ചെടുക്കാൻ പറ്റും. സ്റ്റിയറിംഗ് ബോക്സ് താഴ്ന്ന ബോൾട്ട് കുറച്ച് ലൂസ്, അതിൻ്റെ മൗണ്ട് ബോൾട്ട് കുറച്ച് ലൂസ് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അയച്ചെടുക്കാം. അപ്പോൾ താഴ്ത്തി വെച്ചിട്ട് നമുക്ക് അയച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് കുറച്ച് താഴ്ത്തി വെച്ചതിന് ശേഷം ഈ ഷാഫ്റ്റ് അയച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ബോൾട്ടൊക്കെ ലൂസ് ചെയ്ത് കുറച്ച് മാക്സിമം പൊക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഒരു ഗ്യാപ്പ് കിട്ടണമെങ്കിൽ താഴ്ന്ന് കുറച്ച് ഫ്രീ ആകാം. അപ്പോൾ നമുക്ക് താഴെ നിന്ന് ലൂസ് ചെയ്തതിന് ശേഷം ഇത് അയച്ചെടുക്കാം. ഓക്കെ, വണ്ടി പൊക്കി വീൽ അയച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഷെയ്ക്ക് പോലെ ഉണ്ട്. അപ്പോൾ ബോൾ ജോയിൻറ്റ് ഷെയ്ക്ക്, റാക്കിൻ്റെ ഷെയ്ക്ക് ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഈ ബോൾ ജോയിൻറ്റ് ആദ്യം അയച്ചെടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ഈ ബൂട്ട് മാറ്റിയതിന് ശേഷം, സ്റ്റിയറിംഗ് ബൂട്ട് മാറ്റിയതിന് ശേഷം ബോൾ ജോയിൻറ്റ് ഷെയ്ക്ക്, ബോൾ ജോയിൻറ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല ടൈറ്റാണ്. നല്ല ടൈറ്റാണ്. അപ്പോൾ റാക്കിൻ്റെ പ്ലേ ഞാൻ ശരിക്കും കാണിച്ചു തരാം. ബോൾ ജോയിൻറ്റ് ലോക്ക് എടുത്ത് മാറ്റി വെക്കാം. ശേഷം റാക്കിൻ്റെ പ്ലേ ഇതുണ്ടോ, കുറച്ച് അടുത്ത് പിടിച്ചാൽ ഇതുണ്ടോ റാക്കിൻ്റെ പ്ലേ ഉണ്ടോ. ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഉണ്ടോ, നല്ല ഷെയ്ക്ക് ഉണ്ട്. നല്ല ഷെയ്ക്ക് ഉണ്ട്. റാക്കിൻ്റെ പ്ലേ നന്നായിട്ടുണ്ട്. ബുഷ് കംപ്ലൈൻറ്റോ, അപ്പോൾ ബുഷ് കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റാക്ക് ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ട് അതിൻ്റെ പ്ലേ ഒന്നും കൂടി നന്നായിട്ട് കാണിച്ചു. ശരിക്കും റാക്ക് അടിയിൽ 2 ക്ലാമ്പ് അയച്ചെടുത്തിട്ടുണ്ട്. ക്ലാമ്പ് അയച്ചിട്ട് ഇനി റൈറ്റ് സൈഡ് കൂടിയാണ് ഇത് എടുക്കുക. അപ്പോൾ നേരത്തെ ഉള്ളിൽ പിനിയൻ ഉണ്ടല്ലോ, ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് പിനിയനൊക്കെ പറയാം. ആ പിനിയൻ ഫുൾ അയച്ച് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ അയച്ചിട്ട് ഇങ്ങനെ താത്തിയപ്പോൾ ആ പിനിയൻ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്, ഉള്ളിലൊക്കെ ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടി ഇതെങ്ങനെ അയക്കാം. പഴയ മോഡൽ 800ൻ്റെ ചില മോഡലിന് ഇവിടുത്തെ മൗണ്ടിങ് ഉണ്ടല്ലോ, എഞ്ചിൻ മൗണ്ടിങ്, ഗിയർ ബോക്സ് മൗണ്ടിങ് കുറച്ച് താത്തി കഴിഞ്ഞാൽ റാക്ക് ഈ ഗ്യാപ്പ് കൂടെ കിട്ടും. ശരിക്കും ഈ ഗ്യാപ്പ് കൂടെ, ഇവിടെ ഈ ഗ്യാപ്പ് കുറവായിരിക്കും. ഇത് അതിൻ്റെ പ്രശ്നമില്ല. ആൾട്ടോ 800 പുതിയ മോഡലാണ്. 800ൻ്റെ കുറച്ച് അപ്ഡേഷൻ വന്നുകൊണ്ട് ഇത് ഗ്യാപ്പ് കുറച്ചധികം ഇങ്ങനെ മൊത്തത്തിൽ റാക്കിങ് കൊണ്ട് എടുക്കുക. വേണ്ട, അപ്പോൾ ഈ 2 ക്ലാമ്പ്, ഇവിടെ ഈ 2 ക്ലാമ്പാണ് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കണം. അയച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടും. നമ്മൾ സ്റ്റിയറിംഗ് റാക്ക് മൊത്തത്തിലുണ്ട് അയച്ചിട്ട് വൈസിൽ പിടിപ്പിച്ചിട്ടുണ്ട്, വൈസിൽ ടൈപ്പ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലേ ഞാൻ കാണിച്ചു തരാം. നേരത്തെ കാണിച്ച അതേ പ്ലേ ഉണ്ട്. കേട്ടോ, കൈ കൊണ്ട് ഷെയ്ക്കുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. സൗണ്ട് കേട്ടോ, സൗണ്ട് ഉണ്ട്. അതുപോലെ ഈ സ്പാനർ വെച്ചിട്ട് പിടിക്കുമ്പോൾ തന്നെ ശരിക്കും കാണേണ്ടതാ. ഇതെവിടെ കണ്ട, ഈ സൈഡ് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും ഫ്രീയാണ് നോക്കണം. അപ്പോൾ ഇവിടെയാണ് ബുഷ് വരിക.
ഇതിൻ്റെ അകത്താണ് ബുഷ് വരുന്നത്. ബുഷ് വരുന്നതെന്ന് പറഞ്ഞാൽ അകത്ത് വരുന്ന ബുഷാണ്. മാരുതിൻ്റെ ആയതുകൊണ്ട് ബുഷ് നമുക്ക് ആൾട്ടോ 800 സ്വിഫ്റ്റ് ചില മോഡൽ സ്വിഫ്റ്റിൻ്റെയൊക്കെ ബുഷ് വാങ്ങാൻ കിട്ടും. മാരുതിൻ്റെ സാധനം ജെന്യൂൻ സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ബുഷാണ് ചെയ്യുന്നത്. ലേറ്റി കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കുന്ന ബുഷാണ്. ആ ബുഷ് പ്ലേ വരുമ്പോൾ സൗണ്ട് വരും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ട് ആ ബുഷും കൂടി അയച്ചെടുക്കാം. റാക്ക് മൊത്തത്തിൽ അയച്ചെടുക്കാം. അപ്പോൾ ബെയറിങ് റഫായിട്ടുള്ള സൗണ്ട് ഉണ്ട്, ഷെയ്ക്കില്ല, എന്നാലും റഫായിട്ടുള്ള സൗണ്ട് ഉണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അതിന് ബാധിക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പിനിയൻ്റെ ബെയറിംഗ് കൂടി മാറ്റാം. നല്ല ഫ്രീ ആയി ഷെയ്ക്ക് ഉണ്ടോ? അല്ല, ഷെയ്ക്കില്ല, റഫായിട്ടുള്ള സൗണ്ട് ഉണ്ട്, ഒരു സ്മൂത്തല്ല. ഗ്രീസൊക്കെ പോയിട്ട് ബെയറിങ് തേയ്മാനം സംഭവിച്ച പോലെ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും മാറ്റാം. റാക്കിങ് അയച്ചെടുക്കാം. അതാ റാക്ക് ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. റാക്ക് നമുക്കിട്ട് മാറ്റി വെച്ച് കുറച്ചായിട്ട് ക്ലീൻ ചെയ്തിട്ടിടാം. അപ്പോൾ ഇനി അകത്ത് വരുന്ന ബുഷ് ഞാൻ കാണിച്ചു തരാം. അകത്ത് വരുന്ന ബുഷ് ഇതിനാക്കിയിട്ട് കാണിച്ചു തരാം. ഈ ബുഷ് കണ്ട, എന്താ ബുഷ് കറക്റ്റ് സ്ട്രൈറ്റ് പിടിച്ചതിൻ്റെ ഒരു ഓവലായിട്ടുള്ള ഷേപ്പ് കാണാം. വീഡിയോയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഈ ഭാഗത്തേക്ക് ചെറിയൊരു ഓവലായിട്ടുണ്ട് ബുഷ്. അങ്ങനെ മെയിനായിട്ട് വരിക. ഇതാണ് താഴ്ഭാഗം. സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ വരിക. ഈ ഒരു പൊസിഷനിൽ വരും, ഇങ്ങനെ അല്ലേ, ഈ പൊസിഷനിൽ വരും. അപ്പോൾ ഇതാ ഈ ബാക്ക് സൈഡ് വരുന്ന ഭാഗത്തില്ലേ, ഫ്രണ്ടും ബാക്കുള്ള ഷെയ്ക്ക്, ആ ഷെയ്ക്കാണ് ഈ ഭാഗത്ത് കുറച്ച് ഓവലായിട്ടുണ്ട്. ഇതാ കുറച്ച് ഓവലായിട്ടുണ്ട് ഷേപ്പ്. വീഡിയോയിൽ അത്ര കറക്റ്റായിട്ട് ക്ലിയർ കാണില്ല. അപ്പോൾ നമുക്കെന്തായാലും ഈ ബുഷ് അഴിച്ചെടുത്തതിന് ശേഷം പുതിയ ബുഷ് കയറ്റാം. അപ്പോൾ പുതിയ ബുഷ് കയറ്റുന്നതിന് മുമ്പ് ഇതാ ഈ ഒരു റബ്ബറിൻ്റെ ബൂട്ടില്ല, ആക്സിൽ ബൂട്ട് കയറ്റിയിരുന്ന ഭാഗം, ഈ ഭാഗം അഴിച്ച് കഴിഞ്ഞാൽ കാണില്ല. ഈ ബുഷ് ഈ റാക്ക് ബുഷ് ലോക്കാവുന്ന ഭാഗം കാണാൻ പറ്റും. കണ്ടോ, ഇതാ 1 2 3 ഈ 3 ഇതിലാണ് ലോക്കായി നിൽക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് തിക്കിയിട്ട് ഈ ബുഷിങ് അഴിച്ചെടുക്കാം. നമുക്ക് ജസ്റ്റ് വയസ്സിൽ തന്നെ പിടിപ്പിച്ചിട്ട് ലോക്ക് അഴിച്ചെടുക്കാം. ഇല്ലേ കാണിച്ചോ, അത് തിക്കിയിട്ട് തന്നെ എടുക്കണം. എല്ലാവരും തിക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ലോക്കെല്ലാം പൊട്ടിപ്പോകാൻ സാധ്യത. എന്നാലും പുതിയ മാറ്റേണ്ടില്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് ലോക്ക് പൊട്ടിയാലും വലിയ കുഴപ്പമില്ല. ഇത് 3 സൈഡിൽ നിന്ന് ലോക്ക് പ്രസ് ചെയ്ത് പിടിക്കേണ്ടി വരും കേട്ടോ, എന്നാലും എടുക്കാൻ പറ്റും. ഒരേപോലെ അല്ലേ? ഒരേപോലെ. നമ്മൾ ലോക്ക്, അതിൻ്റെ ലോക്ക് ഈ 3 ടീത്തുള്ള ഭാഗത്തുനിന്ന് ലോക്കിനെ അടിച്ചിട്ട് ഉള്ളിലേക്ക് ആക്കുക. ജസ്റ്റ് ലോക്കൊന്ന് പിടിക്കാം. പക്ഷേ റാക്ക് തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് തള്ളിയാൽ മതി. ഇല്ല, റാക്ക് ഇട്ട് ഇങ്ങനെ തള്ളിയാൽ തന്നെ സാധനം കിട്ടി. ഇതാണ് ബുഷ് വരുന്നത്. കണ്ടോ, ബുഷ് ഞാൻ കറക്റ്റായിട്ടൊന്ന് ഗ്രീസൊക്കെ കളഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഷേപ്പ് വീഡിയോയിൽ കറക്റ്റാവുമെന്ന് അറിയില്ല, എന്തായാലും ഷേപ്പ് വ്യക്തമാകുമെന്നറിയില്ല. ഇതാണ് സാധനം. കണ്ടോ, ചെറിയൊരു ഓവലായിട്ടുണ്ട്. ഓവലല്ല, ഈ ബുഷിൻ്റെ ഏകദേശം ഷേപ്പ് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പുതിയ ബുഷ് നമുക്ക് എടുക്കുമ്പോൾ അതിൽ നോക്കാം. അപ്പോൾ ഈ ബുഷ് നമുക്ക് എന്തായാലും മാറ്റാം. പുതിയ ബുഷ് മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതും കൂടി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബുഷ് മാറ്റിയിട്ടുണ്ട്, പുതിയ ബുഷ് അടിച്ചിട്ടുണ്ട്. ഇതുണ്ടാവും ഇവിടെ ഇതിൻ്റെ ലോക്ക് വരിക ഈ ഭാഗത്ത്, ഇവിടെയുണ്ട്. അങ്ങനെ ബുഷ് ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഗ്രീസെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾ ജോയിൻറ്റ് ഫിറ്റാക്കണം. ഇതിൻ്റെ അഡ്ജസ്റ്റ് പ്ലേ, ഇതിൻ്റെ പ്ലേയും കൂടി നോക്കണം. സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ, ഇതിൻ്റെ പ്ലേയും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് വണ്ടിയിലോട്ട് കയറ്റാം. അപ്പുറം കാണിച്ചു. ബോൾ ജോയിൻ്റ് ലോക്കിട്ട് ബോൾ ജോയിൻ്റ് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ബോൾ ജോയിൻ്റ് ലോക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് വന്നോ എന്നിട്ട് വണ്ടി കയറ്റണം. അപ്പോൾ ഗൈസ്, നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റഫ് റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സ്ഥിരം റൂട്ട് തന്നെയാണത്. അപ്പോൾ വണ്ടിയുടെ അകത്ത് ചെറിയ റാറ്റിംഗ് നോയ്സും ബാക്ക് സീറ്റിൻ്റെ ഒക്കെ റാറ്റ്ലിംഗ് നോയ്സൊക്കെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. സ്റ്റിയറിംഗ് റാക്ക് നോയ്സും സസ്പെൻഷൻ്റെ നോയ്സൊക്കെ കുഴപ്പമില്ല. റാക്ക് നോയ്സ് ആയത് മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ മുമ്പ് കാണിച്ചല്ലോ, നമ്മൾ റാക്കിൻ്റെ ചെയ്യണത് ആൾട്ടോ 800 റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ റഫ് റോഡിലൊക്കെ ഓടിക്കുന്നത് കണ്ടോ, അങ്ങനെ കാര്യമായിട്ടുള്ള സൗണ്ടില്ല. വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു സൗണ്ട് ഉണ്ട്. ഡാഷ്ബോർഡും അതുപോലെ ബോഡി നോയ്സൊക്കെ ഉണ്ട്. വേറെ സസ്പെൻഷൻ്റെ ഈ റാക്ക് നോയ്സ് അതൊക്കെ മാറിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കാലിപ്പറിൻ്റെ നോയ്സൊക്കെ ഉണ്ടായിരുന്നു. കാലിപ്പർ പിന്നെ കുറച്ച് ഫ്രീ ആയിട്ട് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഷിമ്മൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഹൈവേയിലും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് സ്റ്റിയറിംഗ് റിട്ടേൺ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി.
പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റിയറിംഗ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കയറ്റിയിട്ടത് കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ മില്ലിങ് കറക്റ്റ് പൊസിഷനിൽ സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് വെച്ചതിന് ശേഷം വീല് സ്ട്രൈറ്റ് വെച്ചതിന് ശേഷമാണ് ഇട്ടത്. അതുകൊണ്ട് വലിയ സ്റ്റിയറിംഗ് അങ്ങനെ ചെരിഞ്ഞ് പോയിട്ടൊന്നുമില്ല. വണ്ടി സ്ട്രൈറ്റ് പോകുമ്പോൾ വീല് സ്ട്രൈറ്റ് തന്നെ ഉണ്ട്. കണ്ടോ നമ്മളൊക്കെ കറക്റ്റ് സ്ട്രൈറ്റ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ സ്റ്റിയറിംഗ് റിട്ടേൺ വരുന്നത് കൂടി ഒന്ന് യൂ ടേൺ അടിക്കുമ്പോൾ, നമ്മൾ യൂ ടേൺ അടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് റിട്ടേൺ വരുന്നുണ്ടല്ലോ, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ്. അപ്പോൾ നമ്മളെന്തായാലും സ്റ്റിയറിംഗ് റിട്ടേൺ ഒക്കെ വരുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക യൂ ടേൺ അടിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട്. വണ്ടിയൊക്കെ പോയതിന് ശേഷം നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണം. വീഡിയോയിൽ കറക്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കെയർലെസ് ആയിട്ട് ചെയ്യാറില്ല. യൂ ടേൺ ഒക്കെ അടിക്കുമ്പോൾ എന്തായാലും നോക്കിയിട്ടൊക്കെയാണ് ചെയ്യണം. അപ്പോൾ വണ്ടി ഉണ്ടോ നോക്കി, കുഴപ്പമില്ല. വണ്ടിയെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് യൂ ടേൺ അടിക്കാം. അപ്പോൾ നമ്മളെന്തായാലും വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കെന്തായാലും സ്റ്റിയറിംഗ് റിട്ടേൺ വരുന്നുണ്ടോ എന്ന് യൂ ടേൺ അടിച്ച് നോക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, വണ്ടി റിട്ടേൺ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് റിട്ടേൺ ഒക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. സ്റ്റിയറിംഗ് റിട്ടേൺ ഒക്കെ വരുന്നുണ്ട്, വലിയ ടൈറ്റ് ഒന്നുമില്ല അങ്ങനെ. സ്റ്റിയറിംഗ് ഒക്കെ ഓക്കെ. ഇപ്പോൾ സ്ട്രൈറ്റ് വണ്ടി സ്ട്രൈറ്റ് പോകുന്ന സമയത്ത് ഉണ്ടാക്കും. സ്റ്റിയറിംഗ് വീലൊക്കെ സ്ട്രൈറ്റാണ്. ഇനി അലൈൻമെൻറ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഒന്നുകൂടെ ചെയ്താൽ മതി. സ്റ്റിയറിംഗ് ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് അതുപോലെ അലൈൻമെൻറ്റ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ സ്റ്റിയറിംഗ് റാക്കൊക്കെ കഴിഞ്ഞു, റാക്കിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ ഓടിച്ച് നോക്കി, റഫ് റോഡിലൊക്കെ ഓടിച്ച് കുഴപ്പമൊന്നുമില്ല. സ്റ്റിയറിംഗ് റാക്ക് നോയ്സൊക്കെ പോയിട്ടുണ്ട്, അതുപോലെ ചെറിയ ബ്രേക്കിൻ്റെ കാലിപ്പറിൻ്റെ നോയ്സൊക്കെ അതൊക്കെ പോയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്, സൗണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. വണ്ടിയുടെ റാറ്റ്ലിംഗ് നോയ്സ്, വണ്ടിയുടെ ബോഡി, അതുപോലെ ബാക്കിലത്തെ സീറ്റ് ചാരി നിൽക്കണ ആ സീറ്റൊക്കെ അതിൻ്റെ സൗണ്ടേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.